ഹലോ ഗൈസ്. അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മളെ വീട്ടിലുള്ള ഒരു ഇൻസിഡൻറ്റ്. അത് ഫ്രൈഡേ ആയിരുന്നു. ഇതിനു മുന്നേ ഒരു മോട്ടോ ലാവൻഡർ അവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ആഗ്രഹിച്ചെടുത്തൊരു അവരുടെ പോളോ വണ്ടി കത്തുന്ന വീഡിയോ അവരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ്, ഫുള്ളി കത്തിയില്ല, ബട്ട് നമ്മളെ വണ്ടി അതുപോലെ പെട്ടെന്ന് ഒരു സ്പാർക്ക് തീ പിടിച്ചായിരുന്നു. തീ പിടിച്ചിട്ടുള്ള സംഭവം കണ്ടോ, ഫുള്ളായിട്ട് കത്തി നശിച്ചു. ഫ്രണ്ട് ഭാഗം മൊത്തമായിട്ട് നമുക്ക് ഒന്നുമില്ലാണ്ടായി. മാക്സിമം ഈ ബാറ്ററി ഒക്കെ ഇവിടെ നിന്ന് തന്നെ അവർക്ക് സംഭവിച്ച പോലെ ഈ ബാറ്ററി സൈഡിൽ നിന്നാണ് നമുക്ക് സ്പാർക്ക് വന്നത്. ഇത് മൊത്തം കത്തുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ കുറേയൊക്കെ പൈപ്പും ഇവിടുന്ന് ആൾക്കാർ കൂടി വന്ന് ബക്കറ്റിലും ഇതിനൊക്കെ ആയി പൈപ്പിലൊക്കെ ആയിട്ട് നമ്മൾ കുറേ വെള്ളമൊക്കെ അടിച്ച് സെറ്റായിക്കൊണ്ടാണ് ഇത്രയും കിട്ടിയത്. അങ്ങനെ മൊത്തം കത്തിപ്പോയാനെ. ബോണറ്റൊക്കെ നോക്കി നിങ്ങൾ, ബോണറ്റ് ലോക്കൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ വെച്ചത്. അല്ല മൊത്തം കത്തിപ്പോയനെ. അപ്പോൾ നല്ല ലോസാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഗ്ലാസ്സൊക്കെ ക്രാക്കായി, രണ്ട് ഗ്ലാസ്സൊക്കെ നല്ലപോലെ ക്രാക്കായി. ബാക്കി ഉൾവശം ഒന്നും സംഭവിച്ചില്ല. ഉൾവശം അങ്ങനെ തീയോ കാര്യങ്ങളൊന്നും വന്നില്ല. നമുക്ക് പോകുന്ന പണിയായി. അത് ബമ്പറൊക്കെ ഇവിടെ ഉണ്ട്. ബമ്പറൊക്കെ ഒന്ന് ആകാത്ത കത്തി നശിക്കാത്ത വെച്ചാൽ ബമ്പർ ഈ തീ ഉള്ള സമയത്ത് നമ്മളത് ബമ്പറൊക്കെ പിടിച്ച് പറിച്ച് പുറത്തെടുത്തായിരുന്നു. ഇതുകൊണ്ട് അടിഭാഗത്തൊന്നും അങ്ങനെയില്ല. പക്ഷേ എൻജിൻ സൈഡും എൻജിൻ റൂമും ഒക്കെ ബാറ്ററി ഒക്കെ ഉരുകി കലുവക്കഷ്ണം പോലെയായി. അപ്പോൾ അവരെ വീഡിയോ കണ്ടായിരുന്നു. ഒരു മോട്ടോ ലാവൻഡർ എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോ ഉണ്ടായിരുന്നു. പോളോ ഈ ഓടുന്ന ഓട്ടത്തിന് ഇതേപോലെ സ്പാർക്ക് വന്നിട്ട് അവർ കത്തി നശിച്ചാണ് അവരെ വണ്ടി മൊത്തം. അതുപോലെ ഇതായില്ല, ദൈവം സഹായിച്ചിട്ട്. അപ്പോൾ എല്ലാവരും പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സെക്യൂറായിട്ട് കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. വേറെ എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളൊന്നും ഈ വണ്ടിയിലില്ല. സ്റ്റോക്ക് എങ്ങനെയാണോ അലോയ് വീല് മാത്രം ആഡാക്കിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കണ്ടാൽ മനസ്സിലാവും ഈ നല്ലപോലെ പടർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള, എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക. നമ്മൾ എത്രത്തോളം വണ്ടി സ്നേഹിച്ചിട്ട് കാര്യമില്ല. വണ്ടി ഒരു ഇന്നലെ ഞാൻ രാത്രി പാർക്ക് ചെയ്ത വണ്ടിയാണ് ഈ കാണുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു സ്പാർക്ക് വന്നു. പിന്നെ ബോണറ്റുണ്ടെങ്കിൽ നല്ലൊരു പുകയാണ് കണ്ടത്. എന്തായാലും എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ വരും. ഇപ്പം ഇൻഷുർ കവർ ചെയ്യണം. ഫസ്റ്റ് പാർട്ടാണ് ഇത്. 2015 മുതലുള്ള വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ഇൻഷുറൻസ് ഉള്ളത്. അത് നമുക്ക് എത്തോളം 50% മാത്രമേ കിട്ടത്തുള്ളൂ പറഞ്ഞത്. എന്തായാലും പുതിയതായാലും പഴയ വണ്ടിയായാലും എല്ലാവരും ഒന്ന് കയറി നല്ലതാണ്. കാരണം ഇതിന് വേറൊരു എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ തീ വന്നു ഒന്നും അറിയില്ല. അത്ര ആഗ്രഹിച്ച് മോഹിച്ചെടുത്ത വണ്ടിയാണ്. എല്ലാവരും ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും ലൈഫിൽ. ഏത് വണ്ടി ആയിക്കോട്ടെ, ബെൻസ് ആയിക്കോട്ടെ, ഓടി ആയിക്കോട്ടെ, ഇപ്പോൾ വോൾക്സ്വാഗൻ്റെ പോളോ ആയിക്കോട്ടെ, ടാറ്റയുടെ വണ്ടി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഇതിപ്പോൾ 1, 2, 3ാമത്തെ ഇൻസിഡൻറ്റ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി പോലെ കത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ അവൻ അത്രത്തോളം ആയില്ല. പക്ഷെ എനിക്ക് നല്ലപോലെ ഇതിൽ പണി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. എങ്ങനെ സ്പാർക്കാവുന്നൊന്നും എനിക്കറിയില്ല. ഇത്രയും കാലം വണ്ടി എടുത്തിട്ട് 4-5 കൊല്ലമായി. ഫസ്റ്റ് ഇൻസിഡൻ്റാണ്. ഇതുപോലെ ക്ലെയിം പോലെ ഞാൻ ചെയ്തില്ല ഇൻഷുറൻസ്. അത് ഓക്കെ, അത് ഓരോ ഇഷ്ടങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. എടുത്തിട്ട് ഇതൊരു കംപ്ലയിൻറ്റ് ഉണ്ടായില്ല. പെട്ടെന്നായിരുന്നു. പെട്ടെന്നൊരു രാവിലെ 7 മണിക്കായിരുന്നു ചെറിയ പുക. ഞാനല്ല, എൻ്റെ അമ്മയാണ് കണ്ടത്. അപ്പോൾ പുക വന്നപ്പോഴെന്നുകൊണ്ട് നമ്മളെടുത്ത് അപ്പോഴത്തേക്ക് ഡോറൊക്കെ ലോക്കായി. പിന്നെ ബോണറ്റിൽ നിന്ന് അപ്പോൾ തീ പടർന്ന്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബോണറ്റ് ഇതൊക്കെ ലോക്കായിപ്പോയി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുന്ന നല്ലതാണ്. എന്താണെന്നറിയില്ല ഇതെങ്ങനെ ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞത്. ഇൻഷുറൻസിൻ്റെ ആൾ ഇവിടെ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഷോർട്ട് സർക്യൂട്ടാണെന്ന് തോന്നുന്നൊക്കെ അവർ പറഞ്ഞത്. എന്തായാലും ഇത്രയും മോഹിച്ചെടുത്ത വണ്ടി ഈ കണ്ടീഷനായപ്പോൾ എന്ത് സങ്കടം തോന്നുന്നുണ്ട്. എല്ലാവരും ഒന്ന് കെയർ ചെയ്യുന്നതല്ലേ ഗൈസ്, എല്ലാവരും വണ്ടിയും. ഓക്കെ, അത്രേ പറയാനുള്ളൂ.